വിടാമുയർച്ചി കണ്ടു. മകിഴ് തിരുമേനിയുടെ തടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അദ്ദേഹം അതിനുശേഷം സംവിധാനം ചെയ്ത സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. പിന്നെ അജിത് കുമാർ, തല അജിത്ത്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പക്ക സ്റ്റാറാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്ക് സ്ഥിരം ഒരു കത്തിപ്പടം ആവത്തില്ല, എന്നാൽ ഒരു മാസമൊക്കെ ഉള്ളൊരു കിടിലൻ സ്ക്രീൻ പ്ലേ ഉള്ളൊരു പടമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റിൽ അങ്ങനെ പ്രതീക്ഷിച്ചെങ്കിലും പിന്നെ ഇതിൻ്റെ ട്രെയിലറിന് തൊട്ട് മുമ്പ് വരെ സകല പ്രതീക്ഷകൾ അസ്തമിക്കുന്ന തരത്തിലുള്ളായിരുന്നു ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും. ഇറങ്ങിയ ടീസറായാലും ഫസ്റ്റ് ടീസറായാലും ഇറങ്ങിയ പാട്ടുകളായാലും ഒന്നും എനിക്ക് വർക്കായിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ അടിപൊളിയായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് കയറി 2.5 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. 2 മണിക്കൂർ 32-33 സംതിങ് മിനിറ്റ്. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 3/4 മണിക്കൂറിൽ തന്നെ പ്രതീക്ഷ അസ്തമിച്ചില്ല. അതിൻ്റെ ഒരു ഡബിൾ മടങ്ങായിരുന്നു ഈ സിനിമയുടെ ഒരു എഫക്റ്റ്. ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ ഓപ്രായങ്ങൾ കാണിക്കുന്നു. ഇത്രയും വീക്ക് റൈറ്റിംഗ്. പടം എന്തൊക്കെ ആയാൽ പോലും ഇതിൻ്റെ കണ്ടൻറ്റ് നല്ലതായിരിക്കും, റൈറ്റിംഗ് നല്ലതായിരിക്കും വിചാരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പരാജയം റൈറ്റിംഗ് ആണ്. ഒരു പേന അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും കയ്യും ഉണ്ടെന്ന് പറഞ്ഞ് തോന്നിയതൊക്കെ പടച്ചുവിട്ടിരിക്കും. തല്ലുമാലയൊക്കെ കണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയൊക്കെയാണ് കാണിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് ട്രാക്കിലോട്ട് കഥയിലോട്ടെത്തി. പിന്നെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പക്ഷേ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടില്ല. ഒരു ബേസിക് പ്ലോട്ട് അറിയായിരുന്നു. പക്ഷേ ആ ഒരു പ്ലോട്ട് ഈ സിനിമയിൽ കണ്ടപ്പോൾ പ്ലോട്ട് അടിപൊളി. ഇത്രയും കിടിലൊരു പ്ലോട്ടിനെ വെച്ചിട്ടാണ് ഇയാൾ ഇമാതിരി മണ്ടത്തരം ഫസ്റ്റത്തെ ഒരു 45 മിനിറ്റ് കാണിച്ചേ. കാരണം 2.5 മണിക്കൂർ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ഡ്യൂറേഷൻ വെച്ചത് ഒരു 1.25-2 മണിക്കൂറിൽ ആദ്യത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് തുടക്കം തന്നെ ഫസ്റ്റിലെ ഈ പ്ലോട്ടിലോട്ട് എത്തിയിരുന്നെങ്കിൽ പടം വേറെ ലെവലായനെ. ഇൻ്റർവെല്ല് ആകുമ്പോൾ നമുക്കൊരു സംതൃപ്തി വരും കേട്ടോ. അതായത് ഈ ട്വിസ്റ്റ് കൊള്ളാം, ആ ഒരു രീതി വരും. പക്ഷേ ഇൻ്റർവെല്ല് കഴിയുമ്പം ഒരു ഫസ്റ്റ് മിനിറ്റ് തന്നെ നമ്മുടെ ആ പ്രതീക്ഷയൊക്കെ പോവും. പിന്നെയും ഇയാൾ ഈ ലാപ്ടോപ്പും കയ്യും ഉണ്ടെന്ന് പറഞ്ഞ് അതിന് ആദ്യത്തെ 3/4 മണിക്കൂർ കാണിച്ചതിൻ്റെ അപ്പുറത്തെ കോപ്രായത്തരങ്ങൾ എഴുത്തിൽ ട്വിസ്റ്റ്. പക്ഷേ ഒരു സ്ഥലത്തോലും നമുക്ക് ഒരു ഇമ്പാക്റ്റും കിട്ടത്തില്ല ട്വിസ്റ്റുകളിൽ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സെക്കൻഡ് ഹാഫ് ബോറടി, ഉറക്കം തൂങ്ങി. ഒരു തവണ ഞാൻ ഒന്ന് കണ്ണടച്ചിരുന്ന ഞാൻ ഉറങ്ങിപ്പോവാനേ. ഞാൻ പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ പടം ഒരു ഇഷ്ടം തോന്നിയത് ലാസ്റ്റത്തെ മറ്റേ പത്തിക്കിച്ചി ആ സോങ് ഉണ്ടല്ലോ, വിടാമുയർച്ചി സോങ് ലാസ്റ്റ് പ്ലേസ് ചെയ്തെടുത്താണ്. അതൊരു അനിരുദ്ധിൻ്റെ വർക്ക് വീക്കായിരുന്നു. ആ സോങ് വന്നപ്പോൾ പുള്ളി ഇട്ടിരിക്കുന്ന 1-2 സാധനങ്ങൾ കൊള്ളായിരുന്നു. വിഷ്വൽ കൊള്ളായിരുന്നു. എല്ലാം വിഷ്വലൊന്നും അല്ല, പക്ഷേ ഈ അസർബൈജാൻ്റെ ലാൻഡ്സ്കേപ്പ് കാണിക്കുന്ന വിഷ്വൽസൊക്കെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് ഞാൻ പറഞ്ഞ ആവറേജ് ആയിരുന്നു. ടെക്നിക്കലി ജസ്റ്റ് ഓക്കെ. പങ്കാളി അജിത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കോമഡിയാണ്, വേറൊന്നും കൊണ്ടല്ല. ഇത് പല ഷെഡ്യൂളായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് സിനിമ റിലീസാവാൻ. മേജർ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തു. അതിൻ്റെ കൂടെ ഇത് കഥയും കുറേ 10 വർഷം 12 വർഷം 8 വർഷം 9 വർഷം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഈ നോൺ ലീനറായിട്ട് പലതും ഇങ്ങനെ മാറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം അത് മാറ്റാനുള്ള കാരണം ഈ ഷെഡ്യൂൾ മാറുന്നതുകൊണ്ടാണ്. കാരണം അജിത്ത് ഓരോ തവണ ഓരോ ലുക്കാണ്. ഒരു 4 ലുക്കോളം ഈ സിനിമയിൽ പുള്ളി വരുന്നുണ്ട്. അതിൽ ഏറ്റവും കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാലത്തിൽ തന്നെ പുള്ളി ക്ലീൻ ഷേവ് അടിച്ചിരിക്കുന്നത് 12 വർഷം മുമ്പാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 9 വർഷം മുമ്പത്തെ കാണിക്കുമ്പോൾ പുള്ളിക്ക് താടിയുണ്ട്. ഇപ്പം പ്രസൻറ്റിൽ പ്രോപ്പർ വെള്ളമുടി വെള്ളത്താടി. 9 വർഷം മുമ്പത്തതിൽ സോൾട്ട് ആൻഡ് പെപ്പർ ഇതും താടിയും. അതേ 9-ാം വർഷം തന്നെ പുള്ളി ക്ലീൻ ഷേവിൽ മറ്റേ 12 വർഷം മുമ്പത്തെ ലുക്കിൽ വരുന്നുണ്ട്. ഈ ഷെഡ്യൂൾ ഇഷ്യൂ കൊണ്ടാണ്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഒരു സീനിൽ ഇങ്ങനെ ഷേവ് ചെയ്ത് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം മിസ്റ്റേക്കായിട്ട് തോന്നാതിരിക്കാൻ. അങ്ങനെ അജിത്തിനെ കൊണ്ടും ഇതിൻ്റെ ടീമിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പുള്ളി റേസിങ്ങിന് പോകുന്നു, പിന്നെ പല കാരണങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ പങ്കാളിയുടെ പെർഫോമൻസും സ്ഥിരം സാധനം തന്നെ. പുള്ളി വയ്യാത്ത പോലെ അപ്പച്ചന്മാരെ പോലെ തൃശയുടെ അച്ഛനാന്നേ പറയത്തുള്ളൂ, ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ അർജുൻ്റെ സ്വാഗ് അടിപൊളിയാണ്, പക്ഷേ ഒരു കാര്യമില്ലാത്ത റോൾ. അവസാനമൊക്കെ കോമഡിയായി. റെജീന കസാൻഡ്രയാണ് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത്. സ്ക്രിപ്റ്റിൽ തോൽവിയാണെങ്കിലും പുള്ളിക്കാരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. തൃശയും കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത റോള്. ബാക്കി എല്ലാവരും കോമഡി പീസ്. പ്രത്യേകിച്ച് ഇതിലൊരു ഭ്രാന്തൻ, ഇച്ചിരി മെൻ്റലി ഒരു ഡിസേബിലിറ്റി ഉള്ളൊരു പയ്യൻ വരുന്നുണ്ട്. അവൻ്റെ പെർഫോമൻസ് കിടുമായിരുന്നു. നമുക്ക് തിയേറ്ററിൽ നിന്ന് ചിരിച്ച് ചത്തു. അങ്ങനെ ആകത്തൊക്കെ ഉറക്കം തൂക്ക് നന്നായിട്ട് സമ്മാനിച്ചൊരു സിനിമയാണ് വിടാമുയർച്ചി. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അപ്പോൾ വിടാമുയർച്ചിക്ക് എൻ്റെ റേറ്റിംഗ് 1.5/5 ആണ്.